ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. കേവലം ഒരു വാർഡിൻ്റെ പ്രശ്നം മാത്രമല്ല 19-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റി എന്താ, കുറേ ആൾക്കാരുടെ കൂട്ടുകച്ചവടമല്ലേ ഇത് നടക്കുന്നത്. 150 വർഷം എന്ന് പറഞ്ഞിട്ട് 148 വർഷത്തിൽ ജൂബിലി നടത്തിയ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ BJPയും കോൺഗ്രസും യോജിച്ച് ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി വലിയ തകർച്ചയാണ് നേരിട്ടിട്ടുള്ളത്. ഓരോ കാര്യത്തിലും ഇവിടെ പൊതു റോഡുകളുടെ സ്ഥിതി എന്താ, എല്ലാവരും പറയുന്നത് എൻ്റെ വാർഡ്, ഞാൻ പറയുന്നത് ഞാൻ വിജയിച്ചാൽ എൻ്റെ വാർഡ് സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഒപ്പം തന്നെ വാർഡിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടേ, മുനിസിപ്പാലിറ്റിയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ, അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ ഒരു മെയിൻ റോഡ്, ഇപ്പോൾ കൊപ്പം റോഡിൻ്റെ ഒരു ഭാഗത്ത് 18-ാം വാർഡും ഒരു ഭാഗത്ത് 19-ാം വാർഡാണ്. അപ്പോൾ ഞാൻ 19-ാം വാർഡ് നോക്കി, അവിടെ ജയിച്ച സ്ഥാനാർത്ഥി ആ 18-ാം വാർഡ് നോക്കിയാൽ കൊപ്പം റോഡിലൊരു കുഴി വീണ ആരാ സംരക്ഷിക്കുക? മുനിസിപ്പാലിറ്റിക്ക് ആളും സാധനവും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടി ഞാൻ വിജയിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ പാർക്കുകൾ, നഗരവികസനത്തിൻ്റെ ഭാഗമായി ഈ പുകയുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പാർക്കുകൾ എന്താ അനാശാസ്യ കേന്ദ്രങ്ങളായി മാറ്റി അതിനെ സംരക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ? അതൊക്കെ ചോദ്യം ഈ ഇത്തരത്തിലുള്ള നാട്ടുകാർ ഉന്നയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടുകൾ ലാപ്സാക്കിയ വാർഡാണിത്. കുറേ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മഹാനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് EMS ഭവന പദ്ധതി കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരും സഹകരണ സ്ഥാപനങ്ങളും കൂടി നടപ്പാക്കി. ഞാൻ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നൊരു ജീവനക്കാരനാണ്. അങ്ങനെ നടപ്പാക്കിയ പദ്ധതിയിൽ ഈ കൗൺസിലല്ല ഏത് കൗൺസിലറാണെങ്കിലും അത് വിതരണം ചെയ്യുമല്ലോ. അങ്ങനെ വിതരണം ചെയ്തതൊക്കെ എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് മേനി നടക്കുകയാണെന്നും ആരും ഇവിടെ മെനക്കെടണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. EMS ആ പേര് തന്നെ നോക്കൂ, EMS ഭവന പദ്ധതിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് കൊടുത്തതാർക്കാം? യഥാർത്ഥത്തിൽ പട്ടപ്പരയിൽ കഴിക്കുന്ന ആൾക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ടെറസ് വീട്ടിലുള്ളവർക്കാണ് ഇവിടെ ഈ വാർഡിൽ അതിൻ്റെ ആനുകൂല്യം കൊടുത്തത്. എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും, ഒരേ വീട്ടിൽ 2 ആനുകൂല്യം കൊടുത്ത കേസുണ്ട് ഇവിടെ. അപ്പുറത്ത് പാവമായിട്ടുള്ള വയസ്സായ സ്ത്രീകൾ ചാള കെട്ടി താമസിക്കുന്നതിന് പരിഹരിക്കുക, അത്തരക്കാർക്കാണ് കൊടുക്കേണ്ടത്. ഞാൻ വിജയിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധർ, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾക്ക് മര്യാദയ്ക്ക് രാത്രിയിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടാണ് നടക്കുന്നത്, മദ്യപാനികൾ. അതിനെ തടയാൻ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എന്ത് നടപടിയെടുത്തു? ഇതെൻ്റെ അഭിപ്രായമല്ല. ഇവിടുത്തെ നാട്ടുകാരോട് ആരോട് കാണിച്ചാൽ ചോദിച്ചാൽ അറിയും. രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ റോഡിൻ്റെ മൂലയ്ക്ക് നിന്ന് പരസ്യമായി മദ്യപിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ? ഇങ്ങനെ ഇത്തരത്തിലുള്ളതൊന്നും തടയാൻ അവർക്ക് ഒന്നുമില്ല. അതുപോലെ തന്നെ അയ്യപ്പൻകുളം, ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് അയ്യപ്പൻകുളം. അത് ഇതിൻ്റെ മുമ്പേ 10 വർഷം മുമ്പുണ്ടായിരുന്ന LDFൻ്റെ കൗൺസിലറായിരിക്കുമ്പോൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി 2 തവണ, അന്ന് ചെറിയ സംഖ്യയാണ്, പക്ഷേ അന്നത്തെ മണി വാല്യൂ അനുസരിച്ച് വലിയ തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ടായി. അത് ലാപ്സാക്കിയ ആളുകളാണ് ഇന്ന് വോട്ടുമായി നിങ്ങളുടെ വോട്ടർമാരുടെ മുമ്പിൽ വരുന്നത്. ആ കുളത്തിൻ്റെ കാര്യത്തിലേക്ക് അധികം കടക്കുന്നില്ല. അതിപ്പോൾ ലയൺസ് സ്കൂളൊക്കെ വാങ്ങി, അതിൻ്റെ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും ശരി, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് സംരക്ഷിക്കാൻ പോലും ഇതിന് മുമ്പ് ഇവിടെ ഭരിച്ച ഭരണാധികാരികൾക്കും കൗൺസിലർമാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതുപോലെ തന്നെ ഈ കൊതുക് ശല്യം പട്ടണത്തിൽ പൊതുവിലുള്ളതാണ്, അത് ഈ വാർഡിൽ കുറച്ച് കൂടുതലാണ്. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അഴുക്കുചാലാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. എന്താ അഴുക്കുചാല്? ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ കൗൺസിലറായ ഇപ്പോഴത്തെ കൗൺസിലറുടെ കഴിഞ്ഞ വാഗ്ദാനത്തിൻ്റെ കോപ്പിയാണ്. 5 വർഷം മുമ്പ് ഇവിടുത്തെ വോട്ടർമാരുടെ മുമ്പിൽ വെച്ച വാഗ്ദാനത്തിൻ്റെ കോപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് 1 കോടി രൂപയുടെ അഴുക്കുചാൽ സംവിധാനം ഇതാ പാസ്സാക്കിയിരിക്കുന്നു. എവിടെ 1 കോടി? ഈ കൗൺസിലർ മറുപടി പറയണം. ആ 1 കോടി എവിടെ? എന്നിട്ട് ഇവിടെ കൊതുകിൻ്റെ വലിയ പ്രശ്നം. അതുപോലെ തന്നെ രാത്രി 9 മണിക്ക് ശേഷം ഇവിടെ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പട്ടികളുടെ സംസ്ഥാന സമ്മേളനമാണ് ഞങ്ങളുടെ വാർഡിൽ നടക്കുന്നത്. 25-30 നായ്ക്കൾ അവിടെയും ഇവിടെയും കടിച്ച് കീറി കുട്ടികളെ ആക്രമിക്കുന്ന സ്ഥിതിയിൽ അതിനൊന്നും യാതൊരു നടപടിയുമില്ല.
ചെട്ടിത്തെരുവ് ന്യൂ കോളനി ഭാഗങ്ങളിൽ അഴുക്കുചാലുകൾ പൊട്ടിക്കിടക്കുന്നു. അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പരാജയപ്പെട്ട ഒരു നഗരസഭയുമില്ല, ഇതുപോലത്തെ ഒരു വാർഡുമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവിടെ അംഗൻവാടി നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആ അംഗൻവാടി അതിൻ്റെ ഒരു കോണി കണ്ടിട്ടുണ്ടോ? ചെറിയ പിഞ്ചു കുട്ടികൾ വീഴാൻ രീതിയിലാണ് കോണി ഇപ്പോൾ പണിതിട്ടുള്ളത്. 3.5 ലക്ഷമാണ് അടങ്കൽ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. 3.5 ലക്ഷം ഒന്നും അവിടെ ചിലവാക്കിയിട്ടില്ല. ഈ രീതിയിൽ ആ കോണിയൊക്കെ ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ തയ്യാറാണ്. അതിൻ്റെ കോണി ആടിക്കളിച്ചിട്ടാണ് നിൽക്കുന്നത്. കുട്ടികളുടെ ജീവന് പോലും ഭീഷണിയുള്ള അംഗൻവാടി. ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ വോട്ട് നൽകുന്നത്? എനിക്കൊന്നേ പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്. പി.ജി. രാമദാസ് എന്നെ വിജയിപ്പിക്കുന്ന പക്ഷം 5 കൊല്ലം കഴിയുമ്പോഴും എൻ്റെ കൈകൾ അതേ ശുദ്ധമായിരിക്കുമെന്ന് ഈ വാർഡിലെ വോട്ടർമാർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്.